അപ്പം കുറച്ച് കുട്ടികൾ തേരിന് കാണാൻ വന്നിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ, ഹായ്, വരൂ, വാ. എന്താണ് പേരെന്താ മോളുടെ? അനന്യ. അനന്യ. അനന്യ എവിടെ വീട്? ചക്കാന്തര. ചക്കാന്തരയാണ് വീട്. ചക്കാന്തര എന്ന് പറയുന്നത് അടുത്താണോ? ആണല്ലേ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അനന്യ? ഏത് ക്ലാസ്സിൽ, ഏത് സ്കൂളിലാ? പാലക്കാട് ലയൻസ് സ്കൂളിൽ. പാലക്കാട് ലയൻസ് സ്കൂളില്. ഏതാ ഡിവിഷൻ? ബി. നന്നായി പഠിക്കോ കുഞ്ഞ്? ഓക്കെ. പേര്? എന്റെ അച്ഛൻ അങ്കളുടെ വലിയ ഫാനാണ്. അതാ, ഞാനും മോളുടെ ഫാനായി. അനന്യയുടെ. അനന്യക്ക് സഹോദരി ഉണ്ടോ? ഇല്ല, ഒരാളാണ്. ആണല്ലേ. അപ്പോ ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം അനന്യക്ക്? EVS എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ സയൻസ് ഇഷ്ടമാണ്. നോക്കൂ, എൻവയോൺമെന്റൽ സയൻസ്, പരിസ്ഥിതി ശാസ്ത്രമാണ് അനന്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോ ഈ പരിസ്ഥിതിയൊക്കെ മലിനമാക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ദേഷ്യം വരുമോ? ഈ സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയുക, പരസ്യമായിട്ട് ഇങ്ങനെ തുപ്പുക, അല്ലേ? അതൊക്കെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അല്ല, അതാണ്. അപ്പൊ അനന്യ പറഞ്ഞ പോലെ എല്ലാരും കേട്ടോണം കേട്ടോ. അപ്പൊ അനന്യ കുട്ടി പാട്ട് പാടുവോ? 2 വരി. അപ്പൊ കൽപ്പാത്തിയുടെ ഈ തേരിനെ ആഘോഷപൂർവ്വമാക്കാൻ 2 വരി അനന്യ നമുക്ക് വേണ്ടി പാടും. പാടിയാലോ? റെഡി. മോളുടെ പേരെന്താ? പവിത്ര. പവിത്ര. പവിത്ര ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അടയ്ക്കാപുത്തൂർ. ഇവിടെ അടുത്തല്ല അടയ്ക്കാപുത്തൂർ? ചെർപ്പളശ്ശേരി പോകുന്ന ഭാഗത്താണ് അല്ലേ? തേരിന് വന്നതാണോ? ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ തേര്? എല്ലാ കൊല്ലം തേര് കാണാൻ വരും. ഇവിടെ ബന്ധുക്കളുണ്ടോ? അവിടെ അടുത്തുണ്ട്. ഇനിയിപ്പോ ഇത് തേര് കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. മോളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10ാം ക്ലാസ്സില്. മോനെ ഏത് ക്ലാസ്സിലാണ്? 5ാം ക്ലാസ്സിൽ. അപ്പൊ അനന്യ കുട്ടിയുടെ ഒരു പാട്ടിലൂടെ നമ്മുടെ യാത്ര തുടരും. അപ്പൊ അനന്യ പാടിയാലോ? നല്ല മിടുക്കിയായി സുന്ദരിയായിട്ടാണ് അനന്യയും മോളുടെ പേരെന്താ? പവിത്രയും വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു നല്ല പാട്ട് കേൾക്കാം. ശരി. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവു പൂക്കുന്ന ശോകം, വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ, എല്ലായിടവും പുഷ്പഗന്ധം പരത്തി, മെല്ലെന്നു തെക്കുന്നു വീശുന്നു വായു, ഉല്ലാസമീ നീണ്ട കൂക്കൂരവത്താലെല്ലാർക്കുമേ കുന്നിതേ കോക്കിലങ്ങൾ. നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് കുഞ്ഞാ കവിത പാടിയത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്. അപ്പൊ നന്നായി പാടി നല്ല മിടുക്കിയായിട്ട് പഠിക്കാം. അപ്പൊ എൻവയോൺമെന്റൽ സയൻസ് ഒക്കെ പഠിച്ച ഗ്രേറ്റ ടെൻബർഗ് എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകയുണ്ട്. അവരെയൊക്കെ പോലെ നല്ല മിടുക്കിയായ പരിസ്ഥിതി പ്രവർത്തകയൊക്കെയായി ഐക്യരാഷ്ട്ര സംഘടനയുടെ അവാർഡൊക്കെ വാങ്ങി കേട്ടോ അങ്ങ് ജനുവയിലൊക്കെ പോയി ലോകത്തെ മുഴുവൻ പരിസ്ഥിതിയൊക്കെ സ്നേഹിച്ചോളൂ കേട്ടോ. ഓക്കെ, മിടുക്കിയായിട്ടിരിക്കട്ടെ അനന്യ. അപ്പൊ അനന്യ കുട്ടിയാണ് നമുക്കൊപ്പം ചെയ്യുന്നത്. അപ്പൊ പവിത്ര, ഓക്കെ, ഉഷാറല്ലേ? ഹാപ്പി അല്ലേ? എന്തോ ആവശ്യമുണ്ടല്ലോ. അതാണ്. അപ്പൊ ആവശ്യം അങ്ങനെ സാധിച്ചേക്കാം. വന്നാട്ടെ. മോൻ ബ്രദറാണോ ഇത്? ഓക്കെ. അപ്പോ ഒരു ഫോട്ടോ നമുക്ക് എടുക്കാം. സന്തോഷായില്ലേ? ഓക്കെ. അപ്പൊ നമ്മള് യാത്ര തുടരുകയാണ്. അനന്യക്കുട്ടിയുടെ കവിത നമ്മൾ